കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ കർക്കിടക മാസമായല്ലോ. നമ്മൾ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് മരുന്ന് കഞ്ഞി. പണ്ട് കാലത്തൊക്കെ നമ്മൾ പറമ്പിലുള്ള ഔഷധ ചെടിക്കൂട്ടുകളൊക്കെ പറിച്ചെടുത്ത് പിഴിഞ്ഞ് നീരൊക്കെ എടുത്തിട്ടായിരുന്നു ഈ മരുന്ന് കഞ്ഞി തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നവരുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ജോലിയുടെ തിരക്ക് കാരണമൊക്കെ പലർക്കും അതങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാറില്ല. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് ലീഫ് ആൻഡ് റിലീഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു പാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. ജോലിക്ക് പോകുന്നവർക്കും തിരക്കുള്ളവർക്കും ഒക്കെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള വളരെ ഔഷധ ഗുണങ്ങളുള്ള കർക്കിടക കഞ്ഞിക്കൂട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ലീഫ് ആൻഡ് റിലീഫ് എന്ന് പറയുന്ന കമ്പനിയുടെ കർക്കിടക കഞ്ഞിക്കൂട്ട് അല്ലെങ്കിൽ മരുന്ന് കഞ്ഞിയുടെ കൂട്ട്. അപ്പോൾ ഇത് 7 ദിവസങ്ങളിലേക്ക് 7 പാക്കറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ പാക്കറ്റ് എടുത്ത് പൊട്ടിച്ച് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, 7 ദിവസത്തേക്ക് ഓരോ പാക്കറ്റാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകളും ഔഷധ ചൂർണങ്ങളുടെ എല്ലാത്തിൻ്റെയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഓരോ പാക്കറ്റിലായിട്ടാണ് ഇത് വരുന്നത്. ഇതേപോലത്തെ 7 പാക്കറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നവരയരി, പിന്നെ അതേപോലെ ഉലുവയും ആശാളിയും കൂടെയുള്ള ഒരു പാക്കറ്റ്, പിന്നെ ഔഷധ ചൂർണ്ണ അതിൻ്റെ ഒരു പാക്കറ്റ്, ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ചെറിയ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള 3 ചെറിയ പാക്കറ്റുകളാണ്. ഉലുവയും ആശാളിയും കൂടി ഒരു പാക്കറ്റിൽ, പിന്നെ ഇത് മരുന്നിൻ്റെ ആ പൊടിയാണ് ഔഷധ ചൂർണം, പിന്നെ ഈ വലിയ പാക്കറ്റിലാണ് നവര അരി ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ നവര അരിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിലാണ് നവര അരി ഉള്ളത്. അപ്പോൾ ഞാനിതിവിടെ ഒരു ചെറിയ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൺകലത്തിലോ അതുപോലെ മൺചട്ടി ഉണ്ടെങ്കിൽ അതിലോ ഒക്കെ തയ്യാറാക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഉലുവയും ആശാളിയും കൂടെയുള്ള ആ ഒരു പാക്കറ്റിൽ നിന്ന് അതും പൊട്ടിച്ചിട്ട് നമുക്ക് കഴുകി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നവര അരി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ കുക്കറിലല്ല എങ്കിൽ 1.5 ലിറ്റർ എന്നുള്ളൊരു കണക്കാണ് പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.5 ലിറ്ററിൽ കുറച്ച് താഴ്ത്തി വെച്ചാൽ മതിയാവും കുക്കറിൽ. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് ഒഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലിപ്പോൾ നവര അരി മാത്രമേ ഉള്ളൂ. ഉലുവയും ആശാളിയൊക്കെ നമ്മൾ പിന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഒരു 3-4 വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നവരരിക്ക് അത്യാവശ്യം നല്ലൊരു വേവുണ്ട്. ഏകദേശം ഒരു 1/4 വേവോളം ആകുമ്പോൾ നമുക്കിത് തുറക്കാം. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്, എന്നാലും ഒരു വേവും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചിടുക, ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഉലുവയും ആശാളിയും നമ്മൾ കഴുകി വെച്ചത്. ആ പാക്കറ്റിൽ തന്നെ കിട്ടിയതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഔഷധ ചൂർണ്ണ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേകണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഇട്ടൊന്ന് വേവിച്ച് കൊടുക്കുക ആ ഉലുവ ആശാളിയൊക്കെ. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ കഴുകി വെച്ചിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പാകമായിട്ട് വരണം. കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് വെറുതെ ഒന്ന് മൂടുന്നു മാത്രമേ ഉള്ളൂ. ടൈറ്റായിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉലുവയും ആശാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നവരരി നല്ല പാകത്തിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാകമൊക്കെ നമുക്കൊന്ന് നോക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ സ്വാദ് വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യിൽ ചുവന്നുള്ളി മൂപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. കരിപ്പെട്ടി ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ പാക്കറ്റിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലും ഉപ്പും മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 മുറി തേങ്ങയുടെ പാല് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ വലിപ്പം അനുസരിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിടാം.
അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 7 ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം. ഈ ഒരു അളവിൽ തയ്യാറാക്കിയാൽ 2 പേർക്ക് ധാരാളം കഴിക്കാനുണ്ടാവും. നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മരുന്ന് കഞ്ഞിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.